Hello, friends. Welcome to Shoot Your Moment. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഫിസിക്കൽ വേൾഡ്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ചാപ്റ്റർ ഒരു ചെറിയ ചാപ്റ്ററാണ്. ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ചാപ്റ്ററാണ്. അധികം എല്ലാ കുട്ടികളും എക്സാമിൻ്റെ ടൈമിൽ സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്ററാണ്. കാരണം ഇതിൽ നിന്ന് വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും, വളരെ ചെറിയ വെയിറ്റേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു മാർക്കാണെങ്കിലും അതിനൊരു വാല്യൂ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു ഇയർ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഒരൊറ്റ സെക്ഷൻ മാത്രമേ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് എളുപ്പത്തിൽ നോക്കി തീരാവുന്നേ ഉള്ളൂ. ഒരു 5-10 മിനിറ്റ് മതി ശരിക്കും നോക്കാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് മാത്രമാണ് എടുക്കുന്നത്. ഈ ഒരു ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ചാപ്റ്ററിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഒപ്പം ലാസ്റ്റ് നമ്മൾ പറയുന്നതാണ്. അതെന്ന് വെച്ചാൽ സൺഡേസിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന് അത്രമാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഒപ്പം തന്നെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ അതും കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുവിധം ഈ ക്ലാസ്സും പിന്നെ ആ ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ഒരുവിധം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ചാപ്റ്ററും തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടൻസ് എന്താണെന്ന് പറയാറുണ്ട്. ഇവിടെ ആ ഒരു കണ്ടൻസ് എന്താണെന്നാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. സയൻസ്. ആദ്യം തന്നെ നമ്മൾ എന്താണ് സയൻസ് എന്നുള്ളൊരു ബ്രാഞ്ച് എന്താണ് മീൻ ചെയ്യുന്നത് അത് നമ്മൾ പറയും. ദെൻ വിൽ ടോക്ക് അബൌട്ട് സയൻറ്റിഫിക് മെത്തേഡ്. എന്താണ് ഒരു ഫിസിക്കൽ ഫിനോമിന അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഫിനോമിനെ നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് വഴി അപ്രോച്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് പറയും. ദെൻ വിൽ സേ വാട്ട് യു മീൻ ബൈ ഫിസിക്സ് എന്താണ് അത് നമ്മൾ പറയും. ദെൻ സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ നിലവിലുള്ള സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയും. പിന്നെ ശരിക്കും നിങ്ങൾ ഫോക്കസ് ഏരിയ നോക്കുകയാണെങ്കിൽ സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ് എന്നുള്ളൊരു ടോപ്പിക് ആ ഒരു സെഷൻ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ മനസ്സിലാവും അധികം ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഈ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ എന്നുള്ള ഭാഗത്തു നിന്നാണ്. ആ ഒരു ഭാഗത്തു നിന്നാണ് അധികം ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഭാഗം കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ടോപ്പിക്കാണ്. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതൊന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഇനി നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ നോക്കുകയാണെങ്കിലും ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാവും എപ്പോഴും ഹ്യൂമൻസ് എന്ന് പറയുന്നത് എപ്പോഴും വേൾഡിൽ നടക്കുന്ന ഓരോ ഫിനോമിനനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ക്യൂരിയസ് ആയിരുന്നു അല്ലേ. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഈ ഹ്യൂമൻസിന് ഉണ്ടായതുകൊണ്ടാണ് പല പല ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ് നടന്നിട്ട് ഇന്ന് സയൻസ് എവിടെ എത്തി നിൽക്കുന്നു, ആ ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. ആ ഒരു ക്യൂരിയോസിറ്റി നമ്മളെ ചുറ്റും നടക്കുന്ന ഓരോ പ്രോസസ്സും എന്താണ്, അതിന് കാരണം എന്താണ്, അങ്ങനത്തെ ഒരു ചിന്ത മനുഷ്യനുണ്ടായതുകൊണ്ടാണ് ഇന്നിപ്പോൾ സയൻസ് ഇത്രയും ഡെവലപ്പായിട്ട് ഉള്ളത് അല്ലേ. ഇപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും സയൻറ്റിഫിക് ആയിട്ടാണ് നമ്മളതിനെ ആൻസർ ചെയ്യേണ്ടത് അല്ലേ. സയൻറ്റിഫിക് പ്രൂഫുള്ള ഒരു കാര്യം മാത്രമേ ഇപ്പോൾ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ പറയുന്നത് അല്ലേ. സയൻസ് അത്രയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഫുള്ളായിട്ട് ഡെവലപ്ഡ് ആയോ? ഇല്ല, ഇനിയും ഡെവലപ്പ് ആവാനുണ്ട് അല്ലേ. പറയാം സെലസ്റ്റിയൽ ബോഡീസ്, ഗാലക്സീസ്, സോളാർ സിസ്റ്റം. നിങ്ങൾക്കും ഇപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് കാരണമാണ് ഇപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ദെൻ റെയിൻബോ, വോൾക്കാനോസ്, ഇങ്ങനെ ഏതൊരു ഫീൽഡ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഫിനോമിന നമ്മൾ നോക്കുകയാണെങ്കിലും ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു സയൻസ് ആയിട്ട് ഏതെങ്കിലും രീതിയിൽ അത് കണക്റ്റഡ് ആയിരിക്കും. അത്രയും ഇമ്പോർട്ടൻസ് ഈ സയൻസ് എന്നുള്ള പറഞ്ഞ ഒരു ബ്രാഞ്ചിന് ഉണ്ട്. സയൻസ് എന്നുള്ളൊരു വേർഡ് ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് ടു നോ. ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സയൻഷ്യ എന്നുള്ളൊരു വേർഡിൽ നിന്നാണ് നമ്മൾ സയൻസ് എന്നുള്ളൊരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് മീൻസ് സയൻഷ്യ, ദ വേർഡ് സയൻഷ്യ മീൻസ് ടു നോ.
വാട്ട് ഈസ് സയൻസ്? ഇനി എന്താണ് സയൻസ്? നിങ്ങളുടെ ആരെങ്കിലും ചോദിക്കുകയാണ് വാട്ട് യു മീൻ ബൈ സയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ നാച്ചുറൽ ഫിനോമിന. നാച്ചുറൽ ഫിനോമിനയെ ഒരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റിലൂടെ മനസ്സിലാക്കുക അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുക, അതിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. ഏതൊരു നാച്ചുറൽ ഫിനോമിന ആയിക്കോട്ടെ, അതിനൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് നടത്തിയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആ ബ്രാഞ്ചിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. And we use the knowledge to predict, modify and control phenomena. ഓക്കെ, ഈ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നോളജ് വെച്ചിട്ട് നമ്മൾ വീണ്ടും ആ നോളജിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആ പ്രഡിക്ഷൻസ്, കാരണം പ്രഡിക്ഷൻസ് ആയതുകൊണ്ട് തന്നെ അത് ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റാവും. സോ ഈ പ്രഡിക്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ തിയറീസും ലോസൊക്കെ ഉണ്ടാക്കുന്നത്. ആൻഡ് എക്സ്പ്ലോറിങ്, എക്സ്പെരിമെൻറ്റിങ്, പ്രെഡിക്റ്റിംഗ്, ഈ 3 കാര്യങ്ങളാണ് സയൻസിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. എക്സ്പ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ സയൻസിൽ ഏതൊരു ഡിസ്കവറി അല്ലെങ്കിൽ ഇൻവെൻഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇറ്റ് വിൽ ബി ബേസ്ഡ് അപ്പോൺ എ കീൻ ഒബ്സർവേഷൻ. കീൻ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒബ്സർവേഷൻ വെച്ചിട്ട് നമ്മൾ ആ കാര്യത്തിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, എന്നിട്ട് അതിനെ നമ്മൾ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ആ എക്സ്പെരിമെൻ്റൽ പ്രൂഫ്സ് വെച്ചിട്ട് നമ്മൾ പ്രഡിക്ഷൻസ് നടത്തിയിട്ട് ആ പ്രഡിക്ഷൻസ് ബേസ് ചെയ്തിട്ടാണ് പിന്നീടുള്ള തിയറീസും ലോസൊക്കെ നമ്മൾ നിലവിൽ വന്നിട്ടുള്ളത്. സോ സയൻസ് ഇസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ നാച്ചുറൽ ഫിനോമിന. ഓൾ റൈറ്റ്, സോ സയൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പറയുന്നത്, നമ്മളൊരു ഫിനോമിനൽ സ്റ്റഡി നമ്മൾ നടത്തുകയാണെങ്കിൽ അതൊരു സയൻറ്റിഫിക് മെത്തേഡിലൂടെയാണോ നടത്തുന്നത് എന്നറിയണമെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് നമ്മൾ അതിന് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ഒരു സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയർ നമ്മൾ നടത്തണം. സയൻറ്റിഫിക് മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. ഞാൻ പറഞ്ഞു സയൻസിൽ ഏതൊരു കാര്യത്തിനും നമുക്ക് ആദ്യം ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളത് കീൻ ഒബ്സർവേഷൻ. ഒരു കാര്യത്തിനെ അത്രയും ശ്രദ്ധാപൂർവം ഒബ്സർവ് ചെയ്യുക എന്നുള്ളൊരു ആദ്യം ആവശ്യമുള്ളത്. ഓക്കെ, സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, കീൻ ഒബ്സർവേഷൻ. നെക്സ്റ്റ് ഈസ് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ്. ഈ ഒബ്സർവേഷൻ നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുന്നു, ആ ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ എക്സ്പെരിമെൻറ്റ്സ് നടത്തണം. ഓക്കെ, ഒരു ആർട്ടിഫിഷ്യൽ ലബോറട്ടറി ഫ്രെയിമിൽ നമ്മൾ ആർട്ടിഫിഷ്യലി ആ ഒരു കണ്ടീഷൻസൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നു. പിന്നെ ആ എക്സ്പെരിമെൻറ്റ്സിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സ് വെച്ചിട്ടാണ് ബാക്കിയുള്ള പ്രഡിക്ഷൻസും തിയറീസൊക്കെ നമ്മൾ ചെയ്യുക. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. ഓക്കെ, ഞാൻ പറഞ്ഞു എക്സ്പെരിമെൻറ്റ് നടത്തുന്നു, ആ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സിനെ നമ്മൾ വീണ്ടും ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് മീൻസ് തിയററ്റിക്കൽ സ്റ്റഡി നടത്തിയിട്ട്, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അതിനെ ഒരു മാത്തമാറ്റിക്കൽ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുക, റീസണിങ് ചെയ്യുക. തിയററ്റിക്കലും മാത്തമാറ്റിക്കലായിട്ട് ആ റിസൾട്ട്സിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ദെൻ വിൽ ഗോ ഫോർ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഓഫ് ദി ഫിനോമിന. മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഓഫ് ദ ഫിനോമിന എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫിനോമിനയെ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഫിനോമിനയെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക. നമുക്ക് ഇപ്പോൾ ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റ് എടുത്താൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ മാത്തമാറ്റിക്സിലൂടെയാണ് അതിനെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ മാത്തമാറ്റിക്കലി എങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക, അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ സിസ്റ്റമാറ്റിക്, ആദ്യം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, എക്സ്പെരിമെൻ്റ് നടത്തുന്നു, കിട്ടുന്ന റിസൾട്ട്സിനെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തുന്നു, മാത്തമാറ്റിക്കൽ മോഡലിംഗ് നടത്തി കഴിഞ്ഞതിന് ശേഷം ദെൻ വിൽ മേക്ക് പ്രഡിക്ഷൻസ്, വേരിഫിക്കേഷൻസ് ആൻഡ് ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് വരെ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പുതിയ പ്രഡിക്ഷൻസ്, ഓക്കെ, ആ റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ട് യെസ് ഈ ഒരു കാര്യം ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ കുറച്ച് പ്രഡിക്ഷൻസ് നടത്തുന്നു. പിന്നെ ആ പ്രഡിക്ഷൻസ് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുക, പ്രഡിക്ഷൻസ് ആണല്ലോ, സോ അത് ചെക്ക് ചെയ്യുക, നമ്മൾ ചെയ്തിട്ടുള്ള പ്രഡിക്ഷൻസ് കറക്റ്റാണോ അല്ലയോ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ തിയറീസ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അറ്റ് ലാസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇത്രയും വെരിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് വി വിൽ ഡെവലപ്പ് എ സയൻറ്റിഫിക് തിയറി. എന്തൊക്കെ കാര്യങ്ങളാണ്? ആദ്യം നമ്മൾ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ നടത്തുന്നു, കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നു, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് നടത്തുന്നു, മാത്തമാറ്റിക്കൽ മോഡലിംഗ്, ദെൻ പ്രഡിക്ഷൻ, വെരിഫിക്കേഷൻ ആൻഡ് ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്, ആൻഡ് ലാസ്റ്റ് വി വിൽ ഡെവലപ്പ് ദ സയൻറ്റിഫിക് theory. This is the procedure that we follow while doing a scientific method. Okay.
ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് നമ്മളെ മെയിൻ സബ്ജക്റ്റ് ഫിസിക്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫിസിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ അല്ലേ +1 ക്ലാസ്സിൽ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ എപ്പോഴും ടീച്ചർ വന്നിട്ട് നമുക്ക് ഇതാണ് എടുക്കുക അല്ലേ, കുറേ നമ്മളോട് ചോദിക്കും വാട്ട് യു മീൻ ബൈ ഫിസിക്സ് അല്ലേ. സോ വാട്ട് ഈസ് ഫിസിക്സ്, എന്താണ് ഫിസിക്സ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെ കഥ എഴുതി വെച്ച മാതിരി ഹിസ്റ്ററി പറയുന്നൊരു ചാപ്റ്ററാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്റേഴ്സാണ്. സോ നമുക്ക് പെട്ടെന്ന് ഒരു വട്ടം വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ജസ്റ്റ് ഞാനൊന്ന് പോയിൻ്റ് ആക്കിയിട്ട് കാണിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ വാട്ട് ഈസ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എഗെയിൻ അതും നമ്മൾ ആ ഒരു വേർഡിനെ നമ്മളൊരു ഗ്രീക്ക് വേർഡിൽ നിന്ന് പുറമേ ഉള്ള ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നമ്മളതിനെ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വേർഡ് മീൻസ് നേച്ചറിന് മീനിങ് ഉള്ള ഒരു ഗ്രീക്ക് വേർഡ് എന്നാണ് ഫിസിക്സ് എന്നുള്ളൊരു ടേമിനെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ വാട്ട് ഈസ് ഫിസിക്സ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ബേസിക് ലോസ് ഓഫ് നേച്ചർ ആൻഡ് ദിയർ മാനിഫെസ്റ്റേഷൻ ഇൻ ഡിഫറെൻറ്റ് നാച്ചുറൽ ഫിനോമിന. അതായത് നേച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ലോസിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഫിസിക്സ്. ആൻഡ് ഈ ലോസ് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ നാച്ചുറൽ ഫിനോമിനാസിനെയും എക്സ്പ്ലെയിൻ ചെയ്യും ഈ ബേസിക് ലോസ് അപ്ലൈ ചെയ്തിട്ട്. ഓക്കെ, അതാണ് അങ്ങനെ ഒരു സ്റ്റഡി നടത്തുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഫിസിക്സ് എന്ന് പറയുന്നത് അല്ലേ. ബാക്കിയുള്ള ബ്രാഞ്ചസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ബയോളജി, കെമിസ്ട്രി. നിങ്ങൾക്ക് സബ് ഡിവിഷൻസ് ആയിട്ട് വേറെ കുറേ സ്ട്രീംസ് വരുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള രീതിയിലാണ് പറയുക. ഓക്കെ, സോ മാത്സ് എന്ന് പറഞ്ഞാൽ സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ സയൻസ് ആണ് നമുക്ക് പറയേണ്ടി വരും. ബിക്കോസ് എല്ലാത്തിലും മാത്സ് ഉണ്ട് അല്ലേ. മാത്തമാറ്റിക്സ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് സയൻസ് എന്നാണ് പറയുന്നത്. സോ മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ബേസിക്കലി സയൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ഓക്കെ, ദെൻ പ്രിൻസിപ്പൽ ത്രസ്റ്റ് ഇൻ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ മെയിനായിട്ട് ഈ ലോസ് നമ്മൾ ഡെവലപ്പ് എടുക്കുമ്പോൾ അതിലുള്ള മീൻസ് അത് ഫോളോ ചെയ്യുന്ന ഒരു 2 മെത്തേഡ്സാണ് യൂണിഫിക്കേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, അതിനെ പറ്റിയൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. യൂണിഫിക്കേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്കെ, ദെൻ കമ്മിങ് ടു സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്സ് ഓഫ് ഫിസിക്സ്. സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്സ് ഓഫ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വൈഡാണ്. നമുക്കൊരു സ്ലൈഡോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ്, ഒരുപാട് റിസർച്ച്, ഒരുപാട് സ്കോപ്പ് നൽകുന്ന ഒരു ഫീൽഡാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ജനറലായിട്ട് പറയുന്ന ഒരു ടേമാണ് ഫിസിക്സ്. അതിൻ്റെ അണ്ടറിലേക്ക് കുറേ സ്ട്രീംസ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് +2 ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്ട്രീമിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാം താല്പര്യം അനുസരിച്ച്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫിസിക്സിൽ മെയിനായിട്ട് 2 ഡൊമെയിൻസ്, അതായത് നമ്മൾ ഡീൽ ചെയ്യുന്ന ഫിനോമിന നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 2 ഡൊമെയിൻസ് ഉണ്ട്. ഓക്കെ, മാക്രോസ്കോപ്പിക് ഡൊമെയിനും മൈക്രോസ്കോപ്പിക് ഡൊമെയിനും. അത് നിങ്ങൾ കേട്ടിട്ടുള്ള 2 ടേംസ് ആയിരിക്കും അല്ലേ. മാക്രോസ്കോപ്പിക് ഡൊമെയിൻ എന്ന് പറയുമ്പോൾ മാക്രോ അല്ലേ, ഒരു ലാർജ് സ്കെയിൽ സ്റ്റഡി ആയിരിക്കും. ലാർജ് സ്കെയിൽ, അതായത് നോക്കൂ അതിൻ്റെ അണ്ടറിൽ കാണിക്കുന്ന ഒരു ലബോറട്ടറി ഫ്രെയിമിലുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ടെറസ്ട്രിയൽ സ്റ്റഡി. അതായത് ഇപ്പോൾ ഒരു നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റം ആസ് എ ഹോൾ, ആ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിൽ നടത്തുന്ന ഒരു സ്റ്റഡി. ഓക്കെ, അല്ലാണ്ട് ആ സിസ്റ്റത്തിലുള്ള ഒരു ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബോഡീസ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല. ആ സിസ്റ്റം ആസ് എ ഹോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ മാക്രോസ്കോപ്പിക് ഡൊമെയിൻ അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് സ്റ്റഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. നേരെ മറിച്ച് ഒരു സിസ്റ്റം എടുത്തിട്ട് അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റഡി എങ്കിൽ ആ ഡൊമെയിനെ നമുക്ക് മൈക്രോസ്കോപ്പിക് ഡൊമെയിൻ എന്ന് പറയാൻ പറ്റും അല്ലേ. ഇപ്പോൾ നോക്കൂ ആറ്റംസ് അല്ലേ, ആറ്റംസ് ആർ ദ ബേസിക് സ്ട്രക്ചേഴ്സ് ഓഫ് മാറ്റർ അല്ലേ. സോ അറ്റോമിക് സ്റ്റഡി, ഓരോ മാറ്ററിൻ്റെയും ആറ്റംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന അറ്റോമിക് സ്റ്റഡി ആണെങ്കിൽ അതൊരു മൈക്രോസ്കോപ്പിക് സ്റ്റഡിയാണ് അല്ലേ. അതേപോലെ മോളിക്കുലാർ സ്റ്റഡി ആണെങ്കിലും അതും എഗെയിൻ ഇറ്റ്സ് എ മൈക്രോസ്കോപ്പിക് ലെവലാണ്. ന്യൂക്ലിയർ ആറ്റംസിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് അല്ലേ, ന്യൂക്ലിയർ സ്റ്റഡി, ന്യൂക്ലിയർ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. സോ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് വരുന്ന ഒരു സ്റ്റഡിയാണ് ഈ മൈക്രോസ്കോപ്പിക് ഡൊമെയിനകത്ത് വരുന്നത്. സോ ഫിസിക്സിലുള്ള മെയിൻ ആയിട്ടുള്ള 2 ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? മാക്രോസ്കോപ്പിക് ഡൊമെയിനും മൈക്രോസ്കോപ്പിക് ഡൊമെയിനുമാണ് വരുന്നത്. ഈ ഒരു ഡൊമെയിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ സ്ട്രീംസിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ മാക്രോസ്കോപ്പിക് ആണെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിക്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ബ്രാഞ്ചാണ്. ഈ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുമ്പോൾ മാക്രോസ്കോപ്പിക്
സിസ്റ്റംസ് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ഫിനോമിനൻസിനെ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് മെക്കാനിക്സ് വരുന്നുണ്ട്, ഇലക്ട്രോ ഡൈനാമിക്സ് വരുന്നുണ്ട്, ഒപ്റ്റിക്സ് വരുന്നുണ്ട്, തെർമോഡൈനാമിക്സ്. ഓക്കെ, ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ മാക്രോസ്കോപ്പിക് ഡൊമൈൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് ക്ലാസിക്കൽ ഫിസിക്സ്. ഈ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ അണ്ടറിൽ വരുന്ന ബ്രാഞ്ചസ് ആണ് മെക്കാനിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, ഒപ്റ്റിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ്. ഓക്കെ, സോ ഇത്രയും സ്ട്രീംസ് ആണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഓഫ് ഫിസിക്സിൻ്റെ അണ്ടറിൽ വരുന്ന സ്ട്രീംസ്. ഓക്കെ, സോ മെക്കാനിക്സ്, വാട്ട് ഈസ് മെക്കാനിക്സ്? മെക്കാനിക്സ് എന്ന് പറഞ്ഞ പേര് തന്നെയുണ്ട് അല്ലേ. ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ മെക്കാനിക്സ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ മോഷൻ. ഇപ്പോൾ അതൊരു റിജിഡ് ബോഡി ആയിക്കോട്ടെ, ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആയിക്കോട്ടെ, അത് നമ്മൾ പഠിക്കും. ഇനി +1 +2 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ എന്താണ് മെക്കാനിക്സ് എന്ന് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ മെക്കാനിക്സിൽ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് മോഷൻ, ഒരു സിസ്റ്റത്തിൻ്റെ മോഷൻ എന്നെ കുറിച്ചായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇലക്ട്രോ ഡൈനാമിക്സിൽ നമ്മൾ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫിനോമിനാസിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് വരുന്ന ഫിനോമിനാസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ദെൻ ഒപ്റ്റിക്സ് എന്നുള്ള പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, എന്താണ്? സംതിങ് റിലേറ്റഡ് വിത്ത് ദ ലൈറ്റ് അല്ലേ, ലൈറ്റും ലെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ അതൊരു മാക്രോസ്കോപ്പിക് സ്റ്റഡിയാണ്. ഒരു സിസ്റ്റം ആസ് എ ഹോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, ഓക്കെ, അത് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് മാക്രോസ്കോപ്പിക് ഡൊമൈൻ അണ്ടറിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് എന്തായിരുന്നു? മൈക്രോസ്കോപ്പിക് ഡൊമൈൻ അല്ലേ. മൈക്രോസ്കോപ്പിക് ഡൊമൈൻ, ആ ഒരു ഡൊമൈൻ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ക്ലാസിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ അണ്ടറിൽ വരുന്ന സ്ട്രീംസ് ബേസ് ചെയ്തിട്ട് നമുക്കൊരു മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിനെ സ്റ്റഡി ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ ക്ലാസിക്കൽ സ്കെയിലിൽ നിന്ന് ക്വാണ്ടം തിയറിയിലേക്ക് പോകുന്നത്. ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവൽ തിയറിയാണ്. ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് ഈ ക്വാണ്ടം തിയറിയിൽ നമ്മൾ നടത്തുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് it deals with the constitution and structure of matter at the minute scales of atoms and nuclei. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഏറ്റവും മൈന്യൂട്ട് സ്കെയിലാണ് ഈ ക്വാണ്ടം തിയറി ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞത് അതൊരു മൈക്രോസ്കോപ്പിക് ഡൊമൈൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഫീൽഡാണ്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം ഫീൽഡ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ട്രീംസ് ഉണ്ട്. സോ മനസ്സിലാക്കുക, ഇറ്റ്സ് എ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് സ്കോപ്പ് ഓഫ് ഫിസിക്സ്, സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കോപ്പ് ഓഫ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് എത്രത്തോളം കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ എക്സ്ട്രീം വരെ നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ നടത്താൻ സാധിക്കും എന്നുള്ളൊരു ഐഡിയ തരാനാണ്. ഇപ്പോൾ ലെങ്ത്ത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ലെങ്ത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് നമുക്ക് 10⁻⁻14 മീറ്റേഴ്സ് എന്നുള്ള റേഞ്ചിൽ വരെയുള്ള ലെങ്ത്തിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഇപ്പോൾ നിലവിൽ. ഓക്കെ, ഇനി ഏറ്റവും ലാർജ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 10⁻26 മീറ്റേഴ്സ്, ആ ഒരു റേഞ്ച് വരെ, ആ ഒരു എക്സ്ട്രീം വരെ നമുക്ക് മെഷർ ചെയ്യാം. സോ നമുക്കിങ്ങനെ പറയാം 10⁻14 to 10⁻26 മീറ്റേഴ്സ് വരെ ആ ഒരു റേഞ്ചിലുള്ള മെഷർമെൻറ്റ്സ് ഇപ്പോൾ നിലവിൽ നമുക്ക് പോസിബിളാണ് ഡെവലപ്മെൻറ്റ്സ് കാരണം. ഓക്കെ, ഇനി ടൈമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 10⁻22 സെക്കൻഡ്, 10⁻22 സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ടൈമാണ്. ഓക്കെ, സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ റേസ് ടു പവർ നെഗറ്റീവ് ആണ്, -22 ആണ്. സോ അതെന്ന് പറഞ്ഞാൽ അത്രയും മൈന്യൂട്ട് വാല്യൂ ആണ്, അതായത് സ്മോൾ വാല്യൂ ആണ്. സോ 10⁻22 സെക്കൻഡ്സ് ടു 10⁻18 സെക്കൻഡ്സ് ഈ ഒരു റേഞ്ചിലുള്ള ടൈം സ്കെയിൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഇനി മാസ് ആണെങ്കിലോ 10⁻30 കിലോഗ്രാം ടു 10⁻55 കിലോഗ്രാം ആ ഒരു റേഞ്ചിലുള്ള മാസിനെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ പറയാൻ കാരണം അത്രയും ഡെവലപ്ഡായി. ഓക്കെ, സാധാരണഗതിയിൽ നമുക്ക് നോർമലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇത്രയും മൈന്യൂട്ട് അല്ലെങ്കിൽ ഇത്രയും എക്സ്ട്രീം ലെവലിലുള്ള ഡിസ്റ്റൻസോ ടൈമോ മാസോ ഒന്നും നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇത്രയും എക്സ്ട്രീമായ മെഷർമെൻറ്റ്സ് നടത്താനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മളെ കയ്യിൽ ഉണ്ട്. ഓക്കെ, അത്രയും ഡെവലപ്ഡായി കഴിഞ്ഞു സയൻസ്. ഓക്കെ, ദെൻ ഇനി ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം
ഗ്രാവിറ്റീൻ്റെ ഒരു ഇൻവെൻഷൻ അല്ലെങ്കിൽ ഡിസ്കവറി, ഇൻവെൻഷൻ അല്ല ഡിസ്കവറി അല്ലേ. അതായത് ഈ ന്യൂട്ടൻ്റെ തലയിലേക്ക് ഒരു ആപ്പിൾ വീണപ്പോൾ അത് താഴത്തേക്ക് വരാനുള്ള കാരണം എന്തുകൊണ്ടത് മുകളിലേക്ക് പോയില്ല അല്ലേ. സോ അത് നമുക്കങ്ങനെ ആ ഒരു കണ്ടുപിടുത്തം, ആ ഒരു ആപ്പിൾ തലയിൽ വീണുകൊണ്ടാണ് അത്രയും വലിയൊരു കണ്ടുപിടുത്തം ഉണ്ടായിട്ടുള്ളത്. സോ അത് നമുക്ക് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഡിസ്കവറിയാണ് അല്ലേ. ഒരു സാധാരണഗതിയിലൊരു മനുഷ്യൻ അങ്ങനെ ആലോചിക്കുമോ? ഇല്ല. സോ അതൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവലാണ്. അത് ഓരോരുത്തർക്ക് ഡിപ്പെൻസ്. ഓരോരുത്തർക്ക് തിയററ്റിക്കൽ സ്റ്റഡീസ് ആയിരിക്കും താല്പര്യം, ചിലർക്ക് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് ആയിരിക്കും താല്പര്യം. അത് ഓരോ ഫീൽഡ് അനുസരിച്ച് വേരി ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്കോപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിലവിലുള്ള ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സയൻസ് എന്നുള്ള ഫീൽഡ് തന്നെ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു എക്സ്ട്രീം മെഷർമെൻറ്റ്സ് ഒക്കെ പോസിബിൾ ആയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ. സോ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ഒരു ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. മേ ബി ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇലക്ട്രോ ഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, മെക്കാനിക്സ് അല്ലേ, അതൊക്കെ എന്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ്. ഒരു വേർഡ് എന്താ പറയുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മാതിരി അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് ഇതൊന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഓഫ് നേച്ചറാണ്. അത് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുമില്ല, അതെന്താണെന്ന് അറിയില്ല. എനിവേസ് നമ്മൾ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഓഫ് നേച്ചറും കൂടി അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഫോഴ്സ് അല്ലേ, ഫോഴ്സ് എന്ന് പറയുമ്പോൾ വാട്ട് യു മീൻ ബൈ ഫോഴ്സ്? എന്താണ് ഒരു ഫോഴ്സ്? ഓക്കെ. ഇപ്പോൾ ഒരു ടേബിൾ, നിങ്ങളുടെ മുന്നിൽ ഒരു ടേബിളിനെ നിങ്ങൾ പുഷ് ചെയ്യണമെങ്കിൽ നോർമൽ കേസിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ അത് മൂവ് ചെയ്യുമോ? ഇല്ല, ഒബ്വിയസ്ലി അത് മൂവ് ചെയ്യില്ല അല്ലേ. ബട്ട് നമ്മളതിനെ അതായത് പുഷ് ചെയ്യുക അല്ലേ. അപ്പോൾ യെസ്, നമ്മളതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് ആ ടേബിളിനെ നീക്കണമെങ്കിൽ ഞാനതിനെ പുഷ് ചെയ്യാണ് അല്ലേ. ഇനി ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ബോക്സിനെ എനിക്ക് വലിക്കണം, അതിനെ പുൾ ചെയ്യണമെങ്കിൽ അതിനെയും ഞാൻ ജസ്റ്റ് വെറുതെ ആ കയറ് പിടിച്ച് നിന്നാൽ പറ്റുമോ? അല്ലേ, പറ്റില്ല. പക്ഷേ അതിൻ്റെ മുകളിൽ നമ്മളൊരു എക്സ്ട്രാ വർക്ക് ചെയ്യണം, ഞാൻ അതിനെ വലിച്ചു നീക്കണം അല്ലേ, ആ ഒരു പുള്ളിങ്. സോ പുൾ ചെയ്യുമ്പോൾ അത് നീങ്ങുന്നുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു കല്ല്, ഒരു സ്റ്റോൺ കൺസിഡർ ചെയ്യുക. ഈ ഒരു സ്റ്റോണിനെ എനിക്ക് എറിയണം, ത്രോ ചെയ്യണം. സോ ആ കല്ല് ഞാൻ ജസ്റ്റ് പിടിച്ച് നിന്ന് അത് ത്രോ ആവുമോ? ഇല്ല, അത് അങ്ങനെ നിൽക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് പോവില്ല അല്ലേ. സോ അതിൻ്റെ ആ സ്റ്റോണിൻ്റെ മുകളിൽ നമ്മളൊരു ഫോഴ്സ്, പുഷിങ് എഫേർട്ട് എടുത്താൽ മാത്രമേ ആ കല്ലിന് നമുക്ക് ത്രോ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോഴ്സ് ഇൻ എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഫോഴ്സ് ഈസ് നീഡഡ് ടു പുഷ്, പുൾ, ത്രോ, ഡിഫോം, ബ്രേക്ക് ഓർ ഈവൻ ചേഞ്ച് ദ മോഷൻ ഓഫ് എ ബോഡി. ഒരു ബോഡീൻ്റെ ഒരു പ്രസൻറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു എഫക്റ്റിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ബോഡീനെ പുഷ് ചെയ്യുക, പുൾ ചെയ്യുക, ത്രോ ചെയ്യുക, അല്ലെങ്കിൽ ഡിഫോം ചെയ്യുക പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പിനൊക്കെ മാറ്റം വരുത്തുക, ഡിഫോമേഷൻസ്. ഓക്കെ, ഡിഫോം ചെയ്യുക, അതിനൊക്കെ ആവശ്യമായിട്ടുള്ളൊരു എഫക്റ്റിനെയാണ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ ഫോഴ്സ് ഇസ് നീഡഡ് ടു പുഷ്, പുൾ, ത്രോ, deform, break or even change the motion of a body. Next we'll discuss about the 4 fundamental forces of nature. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ഫോഴ്സസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അതിന് മുന്നേ ഈ കാണുന്നൊരു ടേബിൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഈ ഒരു ടേബിൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ. സോ ഇവിടെ നോക്കൂ, ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞത് ഇറ്റ്സ് അബൌട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മളെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. ദെൻ സെക്കൻഡ് റോ ഇറ്റ് ഇസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. തേർഡ് വൺ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഫോർത്ത് വൺ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലേ. സോ ഫസ്റ്റ് റോ നോക്കുക. ഫസ്റ്റ് റോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓരോ ഫോഴ്സിൻ്റെയും റിലേറ്റീവ് സ്ട്രെങ്ത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനെ കുറിച്ചാണ്? റിലേറ്റീവ് സ്ട്രെങ്ത്തിനെ കുറിച്ച്. ഓക്കെ. സോ നോക്കൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് 10⁻⁻38 ആ ഒരു റേഞ്ച് വരെയാണ് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കമ്മിങ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അത് എത്രയാണ്? 10⁻². സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ 1 മീറ്റേഴ്സ് കണക്റ്റാണ് പറയുന്നത്. ഓക്കെ. ദെൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ ഇറ്റ്സ് 10⁻⁻13 റേഞ്ചാണ് അവിടെ വരുന്നത്. ഇനി നമ്മൾ താഴെ അടുത്ത സെക്കൻഡ് അല്ല തേർഡ് റോ നോക്കുകയാണെങ്കിൽ അത് റേഞ്ചാണ് പറയുന്നത്. ഓരോ ഫോഴ്സിൻ്റെയും റേഞ്ച്, അത് ലോങ് റേഞ്ച് ആണോ ഷോർട്ട് റേഞ്ച് ആണോ ആ കാര്യങ്ങളാണ് അടുത്ത റോയിൽ പറയുന്നത്. നോക്കുക, തേർഡ് റോയിൽ പറയുന്നത് ആദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ ഇൻഫൈനൈറ്റ് റേഞ്ച് ആണ് അല്ലേ. നമുക്ക് എത്രയാണ് റേഞ്ച്, നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ ഒന്നും നമുക്ക് പറയാനില്ല, പക്ഷേ ഒരു ഇൻഫൈനൈറ്റ് റേഞ്ചാണ്
അതിൻ്റെ ആ ഒരു ഫോഴ്സിൻ്റെ എഫക്റ്റിന് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എഗെയിൻ അതിനും ഇൻഫൈനൈറ്റ് റേഞ്ചാണുള്ളത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വരുമ്പോൾ അതൊരു ഷോർട്ട് ന്യൂക്ലിയർ സൈസ്, ഈ 10⁻⁻15 മീറ്റേഴ്സ് വരെ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് അനുഭവപ്പെട്ടുള്ളൂ. ഓക്കെ, അതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. എത്രയാണ്? 10⁻⁻15 മീറ്റേഴ്സ്. ആ റേഞ്ചിലുള്ള മീറ്റേഴ്സിനിടയിൽ മാത്രമേ ഇങ്ങനെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇനി വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിലോ അതും വളരെ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്, പക്ഷേ 10⁻⁻16 മീറ്റേഴ്സ് വരെയുള്ള ഡിസ്റ്റൻസ്, ആ ഒരു റേഞ്ചിൽ ഈ ഫോഴ്സിൻ്റെ എഫക്റ്റ് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. ഓക്കെ, ലാസ്റ്റ് റോ എന്ന് പറയുന്നത് ഈ ഫോഴ്സസ് ആരുടെയൊക്കെ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ് ആയിരിക്കുമല്ലോ അല്ലേ, 2 ഒബ്ജക്ട്സ് തമ്മിൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. സോ ഏതൊക്കെ ടൈപ്പ് ഒബ്ജക്ട്സിനിടയിലാണ് ഈ ഫോഴ്സസ് നമുക്ക് കാണാൻ കഴിയുന്നത്, അതാണ് ലാസ്റ്റ് റോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നോക്കൂ. ഇറ്റ് ഈസ് സീൻ ബിറ്റ്വീൻ ഓൾ ഒബ്ജക്ട്സ് ഇൻ നേച്ചർ, അല്ലെങ്കിൽ ഓൾ ഒബ്ജക്ട്സ് ഇൻ നേച്ചർ. ഈ നേച്ചറിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സിനിടയിലും നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സെയിം ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ല, ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കാണാൻ സാധിക്കുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, റിപ്പൾഷന് നടക്കും. സോ മനസ്സിലാക്കുക, അത് ചാർജ്ഡ് പാർട്ടിക്കിൾസിനിടയിൽ കാണുന്ന ഒരു ഫോഴ്സാണ്. ഇനി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ബിറ്റ്വീൻ ന്യൂക്ലിയോൺസ്. എന്താണ് ന്യൂക്ലിയോൺസ്? ന്യൂക്ലിയസ് നമുക്കറിയാം അല്ലേ, ആറ്റത്തിനകത്തുള്ള ന്യൂക്ലിയസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ്, എലമെൻ്ററി പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. ഓക്കെ, സോ ഈ ന്യൂക്ലിയസിനകത്ത് ഈ ന്യൂട്രോൺസും പ്രോട്ടോൺസും ബൈൻഡ് ചെയ്തിട്ടുള്ളത്, ന്യൂട്രോൺസും പ്രോട്ടോൺസും ന്യൂക്ലിയസിനകത്ത് തന്നെ അങ്ങനെ നിലനിൽക്കണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വേണം. ഓക്കെ, സോ ആ ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ weak nuclear force, it is seen between the elementary particles, particularly electron and neutrino. ഇലക്ട്രോൺസിൻ്റെയും ന്യൂട്രിനോസ് പറഞ്ഞിട്ടുള്ള എലമെൻ്ററി പാർട്ടിക്കിൾസിനിടയിൽ കാണുന്ന ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത്? വീക്ക് ന്യൂക്ലിയർ force. Okay, so 4 fundamental forces. Which are the 4 fundamental forces of nature എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആൻസർ? ഫസ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സെക്കൻഡ് വൺ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, തേർഡ് വൺ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഫോർത്ത് വൺ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഫസ്റ്റ് റോ നമ്മൾ പറഞ്ഞത് റിലേറ്റീവ് സ്ട്രെങ്ത്തിനെ കുറിച്ചാണ്. ഓരോ ഫോഴ്സിൻ്റെയും റിലേറ്റീവ് സ്ട്രെങ്ത്ത് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത റോയിൽ നമ്മൾ പറഞ്ഞത് അവരുടെ ഒരു റേഞ്ച്. ഓക്കെ, ഇൻഫൈനൈറ്റ് റേഞ്ച് ആണോ, ലോങ് റേഞ്ച് ആണോ, ഷോർട്ട് റേഞ്ച് ആണോ. ലാസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് കാണാൻ പറ്റുന്നത് ഏതൊക്കെ ഈ വേൾഡിൽ ഏതൊക്കെ പാർട്ടിക്കിൾസിനിടയിലാണ് ഈ ഫോഴ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക, അതാണ് നമ്മൾ ലാസ്റ്റ് റോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ദിസ് ഇസ് ഈ ടേബിൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇനി നമ്മൾ ഡീൽ ചെയ്യുന്നത് ഈ ഓരോ ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യാൻ പോവാണ്. ആ ടേബിൾ നിങ്ങൾ എന്തായാലും പഠിക്കണം. അതല്ലാതെ വേറെ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സും കൂടെ പറയാം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാ ഫോഴ്സും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വിൽ ഡിസ്കസ് അബൌട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഭൂമിയിലുള്ള ഏതൊരു വസ്തു ആയിക്കോട്ടെ, ആ വസ്തുവിനെ എർത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ട്. അതാണ് ഗ്രാവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എല്ലാ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എല്ലാ വസ്തുവിനെയും ആ ഭൂമിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. സോ ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ആൻഡ് it occurs due to the mutual attraction between two bodies by virtue of their mass. ഓക്കെ, മനസ്സിലാക്കേണ്ടത് രണ്ട് ഒബ്ജക്ട്സിൻ്റെ മാസിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 2 പോയിൻ്റാണ്. ഒന്ന് ബൈ വെർച്യൂ ഓഫ് ദിയർ മാസ്, രണ്ട് ഒബ്ജക്ട്. സെക്കൻഡ് വൺ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. ദെൻ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫോഴ്സ് ആണ് അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സിനിടയിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വളരെ ഷോർട്ട്, അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ കേസസിലും അതിൻ്റെ എഫക്റ്റ് അത്രയും നമുക്ക് കാണാൻ കഴിയാത്തത്. പക്ഷേ ഈ
ഈ ഒരു വേൾഡ് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സിനിടയിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നിങ്ങൾക്ക് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. സോ അതിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ മനസ്സിലാക്കുക, it's a universal force and it's always attractive. Then gravitational force between two masses is directly proportional to product of the two masses. Okay, രണ്ട് മാസസിന് ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് മാസസ്. രണ്ട് മാസസിൻ്റെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദൻ. ഓക്കെ, ആ രണ്ട് മാസസും എത്ര ഡിസ്റ്റൻസിലാണ് അവരുള്ളത്, ഓക്കെ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ്സ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. അതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. നമ്മൾ നേരത്തെ ടേബിൾ പറഞ്ഞ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. ദെൻ ഇറ്റ്സ് എ വീക്കസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ്. ഈ രണ്ട് പോയിൻറ്റ്സ് ആണ് ഇവിടെ ഏറ്റവും നോട്ട് ചെയ്യേണ്ടത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആൻഡ് ഇറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് റേഞ്ച് ആണ്. ഓക്കെ, സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതിൽ ഓർത്ത് വെക്കേണ്ടത് ഇറ്റ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ബൈ വിർച്യൂ ഓഫ് ദിയർ മാസസ്. പിന്നെ ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫോഴ്സ് and the gravitational force is directly proportional to the product of two masses and inversely proportional to the square of the distance between them. Then it's the weakest fundamental force. Okay, so that's about gravitational force. Second one is electromagnetic force. Electrostatic force എന്താ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Electrostatic force is the force between two charges at റെസ്റ്റ്. സ്റ്റാറ്റിക് എന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റെസ്റ്റിലുള്ള രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവ് മാത്രമാണോ? അല്ല അല്ലേ. നമുക്കറിയാം ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ അല്ലേ. രണ്ട് ചാർജസിൻ്റെയും സൈൻ അല്ലെങ്കിൽ രണ്ട് ചാർജസ് ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അവർ അട്രാക്റ്റ് ചെയ്യും. അതല്ല ലൈക്ക് ഒരേപോലത്തെ ചാർജസ് ആണെങ്കിൽ അവർ റിപ്പൾസ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ പേര് നോക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. സോ വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്? ഒരു മൂവിങ് ചാർജിനെ ശ്രദ്ധിക്കുക, ഒരു മൂവിങ് ചാർജിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ വെക്കുകയാണെങ്കിൽ it will experience the force and that force is known as electromagnetic force. എപ്പോഴാണ്? when a moving charge is kept in a magnetic field, the force experienced by that charge is known as electromagnetic force. And this electromagnetic force is a long range force. നമ്മൾ ടേബിൾ പറഞ്ഞ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞത് ഇൻഫൈനൈറ്റ് റേഞ്ച് ആണെന്ന് പറഞ്ഞു അല്ലേ. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. ആൻഡ് ഈ ഫോഴ്സ് നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിനോമിനാസിലാണ്. ഓക്കെ, അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്കെയിലിലാണ് നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ദിസ് ഫോഴ്സ്, electromagnetic force is 10⁻36 times greater than gravitational force. So gravitational force നമ്മൾ പറഞ്ഞു it is the weakest fundamental force. പക്ഷേ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ എന്താണ്? കുറച്ചും കൂടെ സ്ട്രെങ്ത്തിൽ വലുതാണ്. ഓക്കെ, 10⁻36 times വലുതാണ്. സോ ദാറ്റ്സ് അബൌട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. നെക്സ്റ്റ് ഈസ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ പേരിൽ വീക്ക് എന്ന് വരുന്നതുകൊണ്ട് ഏറ്റവും വീക്കസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഓപ്ഷനിലുണ്ടെങ്കിൽ അത് എഴുതി വെക്കരുത്. വീക്കസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് എപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, ബാക്കിയൊക്കെ അതിന് ശേഷം വരുന്നതാണ്. ഓക്കെ, സോ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ബീറ്റ ഡിക്കെ. ഈ ബീറ്റ ഡിക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ബീറ്റ ഡിക്കെ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ പ്രോസസ്സാണ്. അതായത് ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് ബീറ്റ ഡിക്കെ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിക്കും. എനിവേസ് ഇപ്പോൾ മനസ്സിലാക്കുക, അതൊരു ന്യൂക്ലിയസിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. സോ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ബീറ്റ ഡിക്കെ എന്ന് പറയുന്നത്. ഈ ബീറ്റ ഡിക്കയിലൊക്കെ കാണുന്ന ഒരു തരം ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്.
ആൻഡ് ദിസ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് പറയാൻ കാരണം വീക്ക്, പേരിൽ വീക്ക് എന്നുള്ളതുകൊണ്ട് വീക്കസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ആണ് നിങ്ങൾ അറിയാണ്ട് എഴുതി പോകരുത്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ദെൻ ഇറ്റ് ഇസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. അത് നമ്മൾ ടേബിൾ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റേഴ്സ് അല്ലേ. ആ ന്യൂക്ലിയസിൻ്റെ ഒരു റേഡിയസ്, ആ ഒരു റേഞ്ചിൽ മാത്രമേ ഈ ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടുള്ളൂ. ദെൻ ഇറ്റ് ഇസ് സ്മോളർ ദാൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഒന്നുമില്ല, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനേക്കാൾ ചെറുതാണ്, എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ വലുതാണ് സ്ട്രെങ്ത്തിൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ന്യൂക്ലിയസ്. നമ്മൾ പറഞ്ഞു അല്ലേ, ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും തമ്മിലുള്ള ഫോഴ്സാണ് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് 100 ടൈംസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്തിനേക്കാൾ 100 ടൈംസ് അത് ഗ്രേറ്റർ ആണ്. സോ ദാറ്റ് മീൻസ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ്ങസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ആണ്. ഓക്കെ, അല്ലാണ്ട് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് തെറ്റായി പഠിക്കരുത്. സ്ട്രോങ്ങസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഏതാണ്? ഇറ്റ് ഈസ് ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡൻറ്റ്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോൺസ് ന്യൂട്രൽ ആണ്. പക്ഷേ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രോൺ റിവോൾവിങ് around the nucleus do not experience this force. ന്യൂക്ലിയസിന് അറൗണ്ട് വോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് തമ്മിൽ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ന്യൂക്ലിയസിനകത്തുള്ള എലമെൻ്ററി പാർട്ടിക്കിൾസ് തമ്മിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി. ഈ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും അങ്ങനെ ബൈൻഡ് ചെയ്ത് ആ ന്യൂക്ലിയസിനകത്ത് തന്നെ നിൽക്കാൻ കാരണം, അങ്ങനെ ന്യൂക്ലിയസ് സ്റ്റേബിളായിട്ട് നിൽക്കാൻ കാരണം ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. ഓക്കെ, സോ ന്യൂക്ലിയസ് റിലേറ്റഡ് എന്ത് ക്വസ്റ്റ്യൻ കണ്ടാലും എന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആയിരിക്കും ആൻസർ. ആൻഡ് ഇറ്റ് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പഠിച്ചു, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പഠിച്ചു, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് പഠിച്ചു, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് പഠിച്ചു. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവരെ സ്ട്രെങ്ത്തിന് അനുസരിച്ച്, അതായത് സ്ട്രെങ്ത് ഇൻക്രീസിങ് ഓർഡറിലൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാൽ എങ്ങനെ വരും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും കുറവ് ഏതിനാണ്? സ്ട്രെങ്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ലെസ് ദാൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. പിന്നെ വരുന്നത് സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ലെസ് ദാൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ലെസ് ദാൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതും പഠിച്ചു വയ്ക്കുക. ഇത് നമുക്ക് മനസ്സിലാവും. ഏറ്റവും വീക്കസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ, ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, ഈ ഒരു ക്ലാസ്സിനൊപ്പം തന്നെ നമ്മളിതൊന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യും. കാരണം അത് വേറൊരു ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാൻ മാത്രമില്ല, അതുകൊണ്ട് തന്നെ ഇതിനൊപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, സോ നമുക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ ക്ലാസ് നന്നായിട്ട് കാണുക. എന്നിട്ട് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ആ ചാപ്റ്റർ പഠിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സെലക്ട് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ നിങ്ങളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുക? ഏതാണ് ആൻസർ? അതായത് ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ, ഇപ്പോൾ ഈ ലിസ്റ്റിൽ 3 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് തന്നിട്ടുള്ളൂ. ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഈ 3 ഫോഴ്സിൽ ഏറ്റവും സ്ട്രോങ് ഏതാണ്? അത് 3 ഏത് ഫോഴ്സാണ്? അപ്പോൾ ഈ 3 ഏറ്റവും സ്ട്രോങ് ഫോഴ്സ് ഏതായിരിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ കാണിച്ചിരുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ലെസ് ദാൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ലെസ് ദാൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ലെസ് ദാൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ദാറ്റ് മീൻസ് ഈ തന്നിരിക്കുന്ന 3 ഏറ്റവും സ്ട്രോങ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ട്രൂ ഓർ ഫോൾസ്? അല്ല, ഞാൻ പറഞ്ഞു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ സ്ട്രെങ്ത് കൂടുതലാണോ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്? അതെ അല്ലേ? ദാറ്റ് മീൻസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്
ട്രൂ. ഓക്കെ, സോ ഇതിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഈ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ ബേസ് ചെയ്തിട്ടാണ് അധികം ക്വസ്റ്റ്യൻസും കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് വാസ് ഡെവലപ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്രൂവ് ദ വർക്കിംഗ് ഓഫ് ഹീറ്റ് എൻജിൻസ്. ഹീറ്റ് എൻജിൻസിൻ്റെ വർക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഏതാണ്? ഓപ്ഷൻ എ തെർമോഡൈനാമിക്സ്, ബി ഒപ്റ്റിക്സ്, സി ഇലക്ട്രോണിക്സ്, ഡി ഇലക്ട്രോഡൈനാമിക്സ്. സോ ഈ ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ബി എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫിനോമിനൻസിനെ കുറിച്ചാണ്. ഇലക്ട്രോണിക്സ് നമുക്കറിയാം, ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, അപ്പോൾ അതുമല്ല. ഇലക്ട്രോഡൈനാമിക്സ് ഞാൻ പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ കമ്പൈൻഡ് എഫക്റ്റിനെ കുറിച്ചൊക്കെയാണ് ആ സ്റ്റഡി നടത്തുക ഇലക്ട്രോഡൈനാമിക്സിൽ, അല്ലേ. പിന്നെ ബാക്കിയുള്ളത് ഒന്നേ ഉള്ളൂ, ഏതാണ്? തെർമോഡൈനാമിക്സ്. ദെർഫോർ ദ ആൻസർ ഈസ് തെർമോഡൈനാമിക്സ്. സോ ഹീറ്റ് എൻജിൻസിൻ്റെ വർക്കിംഗ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആയിരുന്നു തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് whereas electrostatic force is attractive as well as repulsive. The ratio of electrostatic force and gravitational force between two protons. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്, ബട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇസ് അട്രാക്റ്റീവ് ആസ് വെൽ ആസ് റിപ്പൾസീവ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു പ്രോട്ടോൺസ്? രണ്ട് പ്രോട്ടോൺസ് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ എന്താണ്? ഇറ്റ് ഈസ് 10⁻36. ഞാൻ പറഞ്ഞു, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പറഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 10⁻36 ടൈംസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ആണ് 10⁻36. ഈ രണ്ട് ഫോഴ്സിൻ്റെയും കൂടെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 10⁻36 എന്ന് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ദ ഓഡ് വൺ ഔട്ട്. നോക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, വിസ്കസ് ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഈ നാലെണ്ണത്തിൽ ഓഡായിട്ട്, അതായത് മാറി നിൽക്കുന്ന ഒരു ഓപ്ഷൻ എടുത്തെഴുതുക. ഏതാണ്? ബാക്കി ഗ്രാവിറ്റേഷണൽ ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഓഫ് നേച്ചറാണ്. പിന്നെ വിസ്കസ് ഫോഴ്സ് അതൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, അല്ലേ. സോ വിസ്കസ് ഫോഴ്സ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് ചോദിക്കാറുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ബൈൻഡ്സ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ് ഇൻ ന്യൂക്ലിയസ്? യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലേ. ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്തിട്ടുള്ളത് ഏത് ഫോഴ്സ് വെച്ചിട്ടാണ്? ഏത് ഫോഴ്സാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എന്തായിരിക്കും ആൻസർ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോഴ്സ് പ്രസൻറ്റ് ബിറ്റ്വീൻ ഓൾ ദി ഒബ്ജക്ട്സ് ഇൻ യൂണിവേഴ്സ്. എഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണല്ലേ. എന്താണ്? ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സിനും തമ്മിൽ കാണാൻ, അല്ലെങ്കിൽ എല്ലാ ഒബ്ജക്ട്സും എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സിമ്പിൾ ആണല്ലേ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ്, ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്തിട്ട് എടുത്തെഴുതാം. നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. സെക്കൻഡ് വൺ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. തേർഡ് വൺ, ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. Fourth one, gravitational force is one of the strongest fundamental force among fundamental forces in nature. So ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്? ക്വസ്റ്റ്യൻ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. ഏത് ഓപ്ഷനാണെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് ചാപ്റ്റർ, ഫിസിക്കൽ വേൾഡ്. സോ ഫിസിക്കൽ വേൾഡ് ഫോക്കസ് ഏരിയ ബേസ്ഡ് നമ്മൾ കവർ ചെയ്തു. അതിന് പുറമെ ഇത്രയും കാലം ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചറും കൂടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ആൻഡ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അധികം ക്വസ്റ്റ്യൻസും ഈ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, ക്ലാസ് കേൾക്കുക, നോട്ട് ചെയ്തെടുക്കുക. ബാക്കി നമ്മൾ ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ സ്ലൈഡിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല. നിങ്ങൾക്ക് ഈ സ്ലൈഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് അബൌട്ട് ഫിസിക്കൽ വേൾഡ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ, സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കൂ. താങ്ക് യു ആൻഡ് ലെറ്റ്സ് ഗ്രോ ടുഗെദർ.